ഇനിയിപ്പോൾ അടുത്ത കാര്യം കമന്റ്സ്. സന്തോഷ് പണ്ഡിറ്റിന് ഭ്രാന്താണ് അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് ഒരു വട്ടനാണ് എന്ന് പലരും കമന്റുകളിലൂടെ വിമർശിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കമന്റുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ 90% നെഗറ്റീവ് കമന്റ്സ് ആണ്. ഇയാൾ എന്തിനാണ് ഈ പണിക്ക് വന്നിരിക്കുന്നത്, ഇയാൾക്ക് വേറെ വല്ല പണി ചെയ്താൽ പോലെ, അങ്ങനെയുള്ള കമന്റ്സ് ആണ്. അപ്പോൾ ഇത്തരം കമന്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും ആത്മവിശ്വാസം തകരും. എങ്ങനെയാണ് ഈ കമന്റുകളോട് പ്രതികരിച്ചത്? എൻ്റെ കേസിൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞാനെപ്പോഴും അതിൻ്റെ ഹിറ്റ് റേറ്റ്സ് ആണ് നോക്കുന്നത്. പിന്നെ ഭ്രാന്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ ലോകത്തൊക്കെ ജീവിക്കണമെങ്കിൽ ഏതൊരു ഭ്രാന്തൊന്നും ഇല്ലാതെ ജീവിക്കാനാവില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം. ഞാൻ റോഡിലൂടെ, ഞാൻ വളരെ ഓർഡിനറി ആയിട്ട് ജനറലാണ് യാത്ര ചെയ്യാറുള്ള, ബസ്സിലൊക്കെ നിന്ന് പോകും, അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ്. അപ്പോൾ ഞാനൊരു ദിവസം റോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ, സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു കാറ് പെട്ടെന്ന് എൻ്റെ മുന്നിൽ വന്ന് നിർത്തി. എന്നിട്ട് അതിൽ നിന്ന് ഒരു 3-4 വയസ്സുള്ള ഒരു ആൺകുട്ടി ഓടി വരുന്നു. അംഗനവാടി ടീച്ചറല്ലേ അങ്കിളല്ലേ എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റല്ലേ എന്ന് ചോദിച്ചില്ല. അപ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതം കേട്ടോ. കുട്ടികൾ മുഖം മാത്രമല്ല. അതെ. അപ്പോൾ അതിന് ശേഷമാണ് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയെ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. കാരണം ആ കുട്ടി നിർബന്ധിച്ച് നിർത്തിച്ചാ എന്നെ ദൂരെ നിന്ന് കണ്ടിട്ട്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി അധികം ഇതാണ് കാണുന്നത്. പക്ഷേ നിങ്ങളെ ട്രെയിലർ അടക്കം ഞങ്ങൾ നിങ്ങളെ കൂടുതൽ പരിചിതമാണ് ഈ മോനെക്കാട്ടി. പക്ഷേ ഞങ്ങൾക്ക് തിരിച്ചറിയാനായില്ല എൻ്റെ മോനെയാണ് തിരിച്ചറിയാൻ. കാരണം ഞങ്ങൾ വണ്ടി പോകുന്നതിനിടയിൽ ഇങ്ങനെ ഒരാൾ, അത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു പെട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇത്തിരി ഓർഡിനറി ആയിട്ട് നടക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ചെറിയ കുട്ടികൾ അത്രയും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന് പ്രസിദ്ധിയേക്കാൾ കുപ്രസിദ്ധിയാണ്, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് ഒരു കോമാളി കഥാപാത്രമായി മാറിയിരിക്കുന്നു. അയാളുടെ സിനിമ തിയേറ്ററിൽ വന്നാൽ ആദ്യ ഷോ കണ്ടില്ലെങ്കിൽ അടുത്ത ഷോ കാണാൻ പറ്റില്ല, അതിനു മുമ്പ് തിയേറ്ററുകാർ മാറ്റും എന്നുള്ള കുറേ വിമർശനങ്ങൾ, കളിയാക്കലുകൾ, SMS-കൾ അതൊക്കെ പോകുന്നുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ഇതിൻ്റെ നമ്മൾ ഇത്രയൊന്നും ഇതിലേക്ക് പോകണ്ട. ഇതിൻ്റെ പ്രധാനം, എൻ്റെ വിമർശകരുടെ പ്രധാന പ്രശ്നം ചെയ്യുന്നത്, ഞാനിപ്പോൾ ക്യാമറ ഒഴിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ക്യാമറ ഒഴിച്ച് എല്ലാ ജോലികളും ചെയ്യുന്നു. അപ്പോൾ ഞാൻ അതാണ് പലരുടെയും ഒരു മലയാളി നന്നാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സൈക്കോളജി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ മലയാളികൾ ഒരിക്കലും നന്നാവരുത്. ഈവൻ ആദ്യം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇൻ്റർനെറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് സർവേയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ആദ്യമായി ഒരാൾ എന്നെ രാവിലെ ഫോൺ ചെയ്ത് ചോദിക്കുന്നത് വെച്ചാൽ, നിങ്ങളിതിൽ ഒരുപാട് അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല, ബൈ ചാൻസ് സംഭവിച്ചാണ്, നിങ്ങൾ വിചാരിക്കുന്നത് അത് മുഴുവൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കണ്ടാണ്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ ഇതിനിപ്പോൾ ആരോടെങ്കിലും, ഞാനിവിടെ എന്ത് അഹങ്കരിച്ചു, ഞാൻ ആരോടെയും കാണുകയാണെന്ന് പറഞ്ഞു, ഇത് ഞാനാണോ റിപ്പോർട്ട് ന്യൂയോർക്കിൽ നിന്ന് ഇറക്കിയത്? ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. ഇവിടെ പലരും സന്തോഷ് പണ്ഡിറ്റിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ അവരുടെ നമ്പറാണ് പലരും കൊടുത്തത്. നിങ്ങൾ ചിന്തിച്ചു നോക്കും. അതേസമയം ഞാൻ ഒരു ഇൻ്റർവ്യൂവിലാണ് ഞാൻ പറയുന്നത്. കാരണം അത് ഒരിക്കലും ഞാൻ അധികം ഈ കമൻസ് ഞാൻ വായിക്കാറില്ല. ഒരിക്കലും ഞാൻ ആ കമൻസ് നോക്കുമ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ നമ്പർ എന്ന് പറഞ്ഞ് പല നമ്പർ അവരുടെ നമ്പർ കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് പെൺകുട്ടികളൊക്കെ ഫോൺ ചെയ്യുന്നു. അപ്പോൾ ആൺകുട്ടികൾ വിളിക്കുമ്പോൾ അവർ ചീത്ത വിളിക്കുകയും പെൺകുട്ടികൾ വിളിക്കുമ്പോൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ഞാൻ കർണാടകയിൽ പോയിരുന്നു. അപ്പോൾ ഇതേപോലുള്ള വാക്കുകളുണ്ട്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇവർക്ക് മലയാളികളുടെ യഥാർത്ഥ ഇവർ യൂട്യൂബൊന്നും കാണാത്ത ഭാഗ്യമാണ് ഭഗവാനെ. എന്നാൽ ഇവർ പറയുമായിരുന്നു ഇങ്ങനെയാണ്, അതായത് നമ്മൾ ഈ 100% സാക്ഷരത നേടിയ സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ കമൻസ് അവനവന് ഇഷ്ടം അല്ലെങ്കിൽ ഓഫ് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ അതിൽ ലൈക്ക് എഴുതാനുള്ള വകുപ്പുണ്ടല്ലോ, എന്തിനാ ഇങ്ങനെ ചെയ്യണം? ഇത്രയും നമ്മളൊരു 100% സാക്ഷരത നേടിയ സംസ്ഥാനത്താണ് ഇത്രയും മോശമായിട്ടുള്ള ലാംഗ്വേജ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ശരിക്കും കണ്ടിരുന്നെങ്കിൽ മലയാളി അല്ലാത്ത ഒരുത്തം പറയും ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സാക്ഷരത വേണ്ട. ചിന്തിച്ച് നോക്ക്, വിദ്യാഭ്യാസമാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തതാണെങ്കിൽ തന്നെ എന്നെയാണ് പറയേണ്ടത്, അല്ലാണ്ട് മറ്റുള്ള ആളുകളെ അവരെ വിമർശിക്കേണ്ട യാതൊരു കാര്യമില്ല. രാത്രി ശിവരാത്രി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു 14-15 വയസ്സുള്ള കുട്ടിയായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ശരിയല്ല, ചെറിയ കുട്ടികളെ വെച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ആ സിനിമയിലെ സീൻ 14 വയസ്സുള്ള കുട്ടിയാണ്. അത് ഇവർക്ക് മനസ്സിലാവണമെങ്കിൽ സിനിമ ഇറങ്ങേണ്ടി വരും, മുഴുവനായി കണ്ടുവരും. അതേപോലെ ഇവർ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ നായികയും തമ്മിൽ 7 വയസ്സിന് വ്യത്യാസമുണ്ട്. ഇത്രയും വയസ്സ് ഗ്യാപ്പ് ഒരിക്കലും പാടില്ല. ഇവിടെ 25, 35, 45 വയസ്സിലെ കുറഞ്ഞ കുട്ടികളായിട്ടും എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ ഇങ്ങനത്തെ പോലെ നിയമങ്ങളുണ്ടോ? നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാവൂ. അതേപോലെ എൻ്റെ നായികയൊക്കെ ഡ്രസ്സ് കുറവാണെന്നാണ്. ഡ്രസ്സിൻ്റെയൊക്കെ വില എന്താണ് അത് നോക്കണം. എന്നിട്ട് ഞാൻ ഇത്ര ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. അതാണ് എല്ലാ വിമർശനങ്ങളെയും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പം ഞാൻ പറഞ്ഞാൽ ഇതേ കാര്യം ഡ്രസ്സിൻ്റെ നീളം കുറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഡ്രസ്സ് ഇല്ലാതെ ഒരു നായിക, ഒരു പ്രധാനപ്പെട്ട നടി അഭിനയിച്ചാൽ ഇവിടുക്കാർക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ പുതിയ ആളുകൾ വരുമ്പോൾ അവരെ തളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം, ഇപ്പോൾ കൃഷ്ണനും രാധയും എൻ്റെ
സിനിമാ ജീവിതത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷിക്കാനായി അല്ലെങ്കിൽ താങ്കൾക്ക് പഠിക്കാനായി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു സിനിമ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത്രയും കാശ് ചിലവഴിച്ചൊരു സിനിമ എടുക്കണം എന്ന് ചോദിച്ചാൽ താങ്കൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക? 100% എങ്ങനെ പറയുള്ളൂ. കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ചെറുപ്പത്തിൽ ജോലി കിട്ടിയിരുന്നു. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് സൈഡിലാണ് നിന്നിരുന്നത്, ഡിപ്ലോമ കോഴ്സായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ക്ഷമയോ അതിനുള്ള സമയമോ എനിക്കില്ല. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ചെയ്ത് പഠിക്കാം. ഞാൻ ശരിക്കും ചെയ്ത് പഠിച്ചതാണ് ഒരു ഫിലിം. കാരണം ഞാൻ എന്താ ഒരു സിനിമ സെറ്റ് കാണുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം ഇതിൽ അഡ്വാൻറ്റേജ് ഫിലിം എഡിറ്റിംഗ് ഞാൻ പഠിച്ചിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ചെയ്ത് വെച്ച ഒരു സാധനം എങ്ങനെ അത് ഫിലിം ആക്കാണെന്ന് എനിക്ക് അറിയാം. അതേസമയം എങ്ങനെ അത് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. തന്നന്നൻ താനന്നൻ തന്നാനെ തന്നെ തന്നന്നൻ താനന്നൻ തന്നാനെ ഹേ